ഹസ്തിനാപുര സഭ നിശബ്ദമാണ്. പക്ഷേ ആ നിശബ്ദതയുടെ നടുവിൽ ഭീമന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ഉയരുകയാണ്. ചതുരങ്ങിന്റെ ഓരോ ചില്ലിലും അവന്റെ മൂത്ത സഹോദരൻ എല്ലാം നഷ്ടപ്പെടുന്നത് അവൻ കാണുന്നു. ഇത് കളിയല്ലെന്ന് ഭീമൻ അറിയാം. ഇത് ചതിയാണ്. പക്ഷേ ബന്ധനമുണ്ട്, അനുസരണത്തിന്റെ ബന്ധനം. ചരിത്രത്തിൽ പല യുദ്ധങ്ങളും അധികാരത്തിനായി നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീയുടെ കണ്ണീരിൽ നിന്ന് പിറന്ന യുദ്ധം അത്ര എളുപ്പം മറക്കാൻ കഴിയില്ല. ദുശാസനൻ ദ്രൗപദിയെ മുടിയിൽ പിടിച്ച് സഭയിലേക്ക് വലിച്ചിഴക്കുമ്പോൾ ഭീമന്റെ സഹിഷ്ണുത തകരുന്നു. കണ്ണുകൾ കത്തുന്നു, ശ്വാസം കനക്കുന്നു. ഇത് ഇനി ഒന്നുമല്ല, ഇത് യുദ്ധത്തിന്റെ പ്രഖ്യാപനമാണ്. അവന്റെ കൈകൾ വിറച്ചു. അത് ഭയത്താലല്ല, അടക്കിവെച്ച ക്രോധത്താൽ. ദുശാസനന്റെ നെഞ്ചു പിളർത്തി അവന്റെ രക്തം കുടിക്കാതെ ഞാൻ ഭീമൻ എന്ന് വിളിക്കപ്പെടേണ്ട. ആ വാക്കുകൾ 15 നിമിഷം സഭ ശ്വാസം മുട്ടി നിശ്ചലമായി. ഒരു ശബ്ദവുമില്ല, ഒരു ചലനവുമില്ല. മഹാരഥന്മാർ തലകുനിച്ചു, ധൈര്യത്തോടെയല്ല, വിധിയോട് കീഴടങ്ങിയ പോലെ. ചിലർ കണ്ണുകൾ മാറ്റി, കാരണം അവർ കണ്ടത് വെറും ക്രോധമല്ല, കാലം തന്നെ ഉച്ചരിച്ച ഒരു ഇരുണ്ട ശപഥം. ദ്രൗപദി കൃഷ്ണനോട് അഭയം തേടുന്നു. വസ്ത്രം അവസാനമില്ലാതെ ഒഴുകുന്നു. അവൾ രക്ഷപ്പെടുന്നു. പക്ഷേ ഭീമൻ ആശ്വാസമില്ല. ഇത് കടമാണ്. അപമാനം അവന്റെ ആത്മാവിൽ കുത്തിക്കുറിച്ചു. വർഷങ്ങൾക്കു ശേഷം കുരുക്ഷേത്രത്തിൽ ഭീമൻ ദുശാസനന്റെ മുന്നിൽ നിൽക്കുന്നു. ഇത് ഇനി കോപമല്ല, ഇത് വാഗ്ദാനത്തിന്റെ നിർവഹണമാണ്. ഭീമൻ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്നു. ഗദ ഉയരുന്നു. ഭൂമി പോലും ശ്വാസം പിടിച്ചിരിക്കുന്നു. പ്രഹരം തുടങ്ങുന്നു. ദുശാസനന്റെ നെഞ്ചു പിളരുന്നു. രക്തം ചൊരിയുന്നു. ദ്രൗപദിയുടെ സത്യം പൂർത്തിയാകുന്നു. ഭീമൻ ആഘോഷിക്കുന്നില്ല. ഭീമന് ഈ നീതി സന്തോഷമല്ല, അതൊരു കടമയാണ്. ദ്രൗപദിയോടുള്ള കടമ.